ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു മീൻ കറി വെക്കുന്ന വീഡിയോ കണ്ടാലോ. ആദ്യം ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോഴേക്കിന് വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തു. ഉലുവ പൊട്ടിച്ചിട്ടോ, ആദ്യം ഉലുവ പൊട്ടിച്ചിട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തു. വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് വെളുത്തുള്ളിയൊക്കെ വാടി നല്ലോണം അവിടെ കിടന്ന് വാടട്ടെ കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ഒരു മിനിറ്റ് 2 മിനിറ്റൊക്കെ വാടി നല്ലോണം വാടി വരട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ? പിന്നെന്താ, വെളുത്തുള്ളി നല്ലോണം വാടി വന്നപ്പോഴേക്കിന് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉള്ളിയൊക്കെ നല്ലോണം വാടി വരട്ടെ കേട്ടോ. ഉള്ളിയൊക്കെ നല്ലോണം വാടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ തക്കാളിയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളി, തക്കാളി, കറിവേപ്പില ഒക്കെ അരിഞ്ഞ് പാകമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉള്ളി നല്ലോണം വാടട്ടെ. ഉള്ളി ഇതേമാതിരി 2 മിനിറ്റൊക്കെ വാടട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ചോറൊക്കെ ഊറ്റി വെക്കാം കേട്ടോ. ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചോറൊക്കെ വാർത്ത് വെക്കട്ടെ കേട്ടോ. ചോറ് അടുപ്പത്തേക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ചോറൊക്കെ ഊറ്റി വെച്ചു. പിന്നെ നമുക്ക് കറിവേപ്പിൻ്റെ ഇലയും തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിൻ്റെ ഇലയും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് തക്കാളിയൊക്കെ നല്ലോണം വാടട്ടെ കേട്ടോ. തക്കാളിയൊക്കെ നല്ലപോലെ വാടി വരുമ്പോൾ അമ്മക്കൈക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിങ്ങനെ വാട്ടിയിട്ടൊക്കെ മീൻകറി വയ്ക്കും, ഇല്ലെങ്കിൽ വാട്ടാതെയും വയ്ക്കും കേട്ടോ. അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് മീനും ഇട്ടിട്ട് അങ്ങനെ വയ്ക്കും കേട്ടോ. അങ്ങനെ വയ്ക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. തക്കാളിയൊക്കെ വാടി വരുമ്പോഴേക്കും നമുക്ക് പുളിവെള്ളമൊക്കെ പിഴിഞ്ഞ് നമുക്ക് വെക്കാം കേട്ടോ. പിന്നെന്താ, പുളിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഒഴിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. മല്ലിപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്ത് മീനൊക്കെ അയില മീനാണ് കേട്ടോ കിട്ടിയത്. കഴുകി വെച്ച മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. തിളപ്പിച്ചു നല്ലപോലെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ടൊക്കെ മീൻ കറിയാവും കേട്ടോ. നല്ലപോലെ തിളച്ച് വന്നപ്പോൾ വെന്ത് വന്നപ്പോൾ തീയൊക്കെ ഓഫ്